ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് തമിഴിൽ കണ്ടപ്പോഴേ എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ, ഇന്നൊരു കുട്ടി ഷോപ്പിംഗ് വീഡിയോ ആണ്. ഞങ്ങൾ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് പോകാൻ വേണ്ടി. ഇവിടെ സമയം ഇപ്പോൾ 6:30 കഴിഞ്ഞു. കാരണം ഷോപ്സൊക്കെ 10-10:30 ആകുമ്പോഴത്തേനും അവിടെ ക്ലോസ് ചെയ്യുന്നിങ്ങനെ കേട്ടായിരുന്നു. വീട്ടിൽ നിന്ന് അത്യാവശ്യം ദൂരമുണ്ട്, ഒരു 30-35 മിനിറ്റ്സോളം ട്രാവലുണ്ട്. അപ്പം നമുക്ക് എത്രയും പെട്ടെന്ന് അവിടെ എത്തണം. നല്ല ട്രാഫിക്കും ഉണ്ടായിരുന്നു, നല്ല ദൂരവും ഉണ്ടല്ലോ. അപ്പോൾ അതനുസരിച്ച് ഞങ്ങൾ 6:30 ആയപ്പോഴേ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ മെയിനായിട്ട് പോകുന്നത് കുറച്ച് കിച്ചൺ ഐറ്റംസ് ഒക്കെ വാങ്ങാൻ വേണ്ടിയാണ് കേട്ടോ. അവിടെ കുറച്ച് ഓഫർ നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞിട്ടാണ് നമ്മളവിടെ പോകുന്നത്. അപ്പം നമുക്ക് കുറച്ച് ദൂരം യാത്രയുണ്ട് കേട്ടോ. ഫൈനലി ഞങ്ങളിവിടെ എത്തി കേട്ടോ. നമ്മൾ വന്നത് വക്കറയിലെ സൗത്ത് ബസാറിലാണ്. ഇവിടെ കുറച്ച് ദിവസം എന്തോ ഓഫേഴ്സ് ഉണ്ടെന്ന് അറിഞ്ഞിട്ടാണ് കേട്ടോ നമ്മളിവിടെ വന്നത്. നമുക്ക് മെയിനായിട്ട് ഞാൻ വന്നതെന്ന് വെച്ചാൽ എനിക്ക് കിച്ചണിലേക്ക് കുറച്ച് ബൗൾസ്, കുറച്ച് സ്പൂൺസ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടുമെങ്കിൽ വാങ്ങാം എന്നുള്ള രീതിയിലാണ് കേട്ടോ. പിന്നെ എനിക്ക് മെയിനായിട്ട് ഞാൻ വന്നത് തന്നെ കിച്ചണിലെ എന്തെങ്കിലും ബൗൾസ്, നല്ല വെറൈറ്റി നല്ല സെറാമിക് ബൗൾസൊക്കെ കിട്ടുമെങ്കിൽ വാങ്ങാം എന്നുള്ളൊരു രീതിയിലാണ് കേട്ടോ വന്നത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇഷ്ടം പോലെ ആൾക്കാരായിരുന്നു കേട്ടോ. ഒരുപാട് ആളുകളുണ്ടായിരുന്നു. ഞാൻ ഇത്രയും ആൾക്കാരെ പ്രതീക്ഷിച്ചില്ല. അത്യാവശ്യം നല്ല ആളുണ്ടായിരുന്നു, ഓരോ ഷോപ്പിലും നല്ല ആളുണ്ടായിരുന്നു. അപ്പോൾ കയറി ചെല്ലുമ്പം തന്നെ ഇതുപോലെ ഇങ്ങനെ നിരത്തി വെച്ചേക്കുവാണ് കേട്ടോ. ഇത് പുറത്തെയാണ്, അകത്ത് കയറിയില്ല, ഞങ്ങൾ വെളിയിലാണ് ഇത് കാണുന്നത്. ആദ്യം ഇതുപോലെ കിച്ചണിലേക്ക് വേണ്ട സ്ട്രെയിനേഴ്സ്, പിന്നെ ഓർഗനൈസേഴ്സ്, അതൊക്കെയാണ് കേട്ടോ. എനിക്കൊരു സ്ട്രെയിനർ വേണമെന്നുണ്ടായിരുന്നു, പക്ഷേ ഞാൻ ഉദ്ദേശിച്ച ഇതല്ല. ഇത് ഭയങ്കര വലുതാണ്. പക്ഷേ എൻ്റെ വേറെ ഒരെണ്ണം ഉണ്ട്, എൻ്റെ കയ്യിൽ സ്റ്റീലിൻ്റെ ഒരെണ്ണം ഉണ്ടായിരുന്നു. ഇത് എനിക്ക് വേണമെന്നില്ലായിരുന്നു. പിന്നെ ഇതുപോലെ ഒരു 3 ലെയറിൻ്റെ സ്റ്റോറേജ് ഓർഗനൈസേഴ്സ് ഉണ്ടായിരുന്നു. നമുക്ക് വേണമെങ്കിൽ ഇത് കിച്ചണിൽ വെക്കാം, നമ്മുടെ മേക്കപ്പ് ഐറ്റംസ് ഒക്കെ വെക്കാം, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളാണ്. ഇതൊന്നും ഞാൻ വാങ്ങിച്ചില്ല, ഇതൊക്കെ ജസ്റ്റ് കണ്ട് കേട്ട് പോവാണ്. ഇതുപോലത്തെ കുറേ പാത്രങ്ങളുണ്ടായിരുന്നു, നല്ല സ്റ്റീലിൻ്റെ പ്ലേറ്റ്സ് ഉണ്ടായിരുന്നു, ബൗൾസ് ഉണ്ടായിരുന്നു. പിന്നെ ഈ കാണുന്ന നമ്മൾ ഈ ചായ കോഫി ഒക്കെ ഇട്ട് ഇങ്ങനെ വെക്കത്തില്ലേ, കെറ്റിൽ പോലത്തെ സംഭവം, ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ എൻ്റെ ഉദ്ദേശിച്ച ഒരു ക്വാളിറ്റി എനിക്കതിലില്ലായിരുന്നു. പിന്നെ കുറേ സ്പൂൺസ് ഉണ്ടായിരുന്നു, ഇങ്ങനത്തെ കളർഫുൾ ആയിട്ടുള്ള കുറേ പ്ലാസ്റ്റിക്കിൻ്റെ സ്പൂൺസ് ഉണ്ടായിരുന്നു. പിന്നെ സ്പാച്ചുലാസ് കുറേ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാ സാധനങ്ങളും ഇതുപോലെ ഇങ്ങനെ അടുക്കി ഇട്ടേക്കുമായിരുന്നു കേട്ടോ. എന്ത് വേണമെങ്കിലും 1 റിയാൽ 2 റിയാൽ ആ ഒരു റേറ്റ് ആയിരുന്നു. നല്ല ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ, അത്യാവശ്യം നല്ല ഓഫർ ഉണ്ടായിരുന്നു. ഇതൊന്നും ഞങ്ങൾ വാങ്ങിച്ചില്ല, ജസ്റ്റ് കണ്ടുപോയുള്ളൂ. പിന്നെ കുറേ സ്പൂൺസ് ഒക്കെ ഉണ്ടായിരുന്നു, ഇതൊന്നും വാങ്ങിച്ചില്ല കേട്ടോ. ഇതൊക്കെ വീട്ടിലുള്ള സംഭവമാണല്ലോ, പിന്നെ വാങ്ങേണ്ട കാര്യമില്ലല്ലോ എന്ന് വെച്ച് എല്ലാത്തിനും 1 റിയാലേ ഉള്ളൂ. ഇതൊക്കെ സൂപ്പിൻ്റെ സ്പൂൺസ് ആണ് കേട്ടോ. സൂപ്പ് കുടിക്കാൻ പറ്റുമ്പോൾ നല്ല അടിപൊളി വൈറ്റ് കളറിലെ സ്പൂൺസാണ്. പിന്നെ നമുക്ക് ഗാർഡനിലേക്ക് വേണ്ട കുറച്ച് സംഭവങ്ങളുണ്ടായിരുന്നു, ബാർബിക്യൂവിൻ്റെ സംഭവങ്ങളുണ്ടായിരുന്നു. അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. ആ വെളിയിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. പിന്നെ അക്വേറിയത്തിലിടുന്ന സ്റ്റോൺസ് ആയിരുന്നു കേട്ടോ, അത് തന്നെ പല കളർ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അകത്ത് കയറി ഓരോരോ ഷോപ്പായിട്ട് ഇങ്ങനെ ഞങ്ങൾ നോക്കുമായിരുന്നു. ഇവിടെ അകത്ത് കയറുമ്പോഴും നമുക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു. പിന്നെ ഒരു ജ്വല്ലറി ഷോപ്പ് കണ്ടു കേട്ടോ. എനിക്ക് ഈ ജ്വല്ലറി ഷോപ്പ് കാണുമ്പോൾ അവിടെ ഒരു സ്റ്റോപ്പ് ഉള്ളതാണ്. അങ്ങനെ ഞാനൊരു ബാംഗിൾ വാങ്ങിച്ചു, ഒരു ബ്രേസ്ലെറ്റും ബാംഗിളും ഒക്കെ എടുത്തു. ഈ കാണുന്നതാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് അതൊക്കെ എടുത്തു. എന്നിട്ട് ഞങ്ങൾ അടുത്ത ഷോപ്പിൽ കയറിയപ്പോൾ ഒരു ബാഗിൻ്റെ ഷോപ്പായിരുന്നു. അവിടെ കുറേ ബാഗ് ഉണ്ടായിരുന്നു, എല്ലാം തന്നെ 50% ഓഫറിലായിരുന്നു അവരിട്ടത്. പിന്നെ ഒരു ചെരുപ്പ് കടയുണ്ടായിരുന്നു, അവിടെയും കുറേ നല്ല അടിപൊളി ചെരുപ്പുകളുണ്ടായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ട ചെരുപ്പിൻ്റെ 2 ചെരുപ്പ് ഇഷ്ടപ്പെട്ടു. അത് 2നും എനിക്ക് സൈസ് ഇല്ലാതായിപ്പോയി, അല്ലായിരുന്നെങ്കിൽ വാങ്ങായിരുന്നു കേട്ടോ. അവിടെ കുറേ ചെരുപ്പുണ്ടായിരുന്നു. ഈ വൈറ്റ് കളറിലെ ചെരുപ്പ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. പക്ഷെ ഞാൻ വാങ്ങിയില്ല. ഞാൻ ഇട്ടൊക്കെ നോക്കിയതാണ്, പക്ഷെ എന്തോ വാങ്ങാൻ തോന്നിയില്ല. കാരണം ആദ്യത്തെ 2 ഷോപ്പിൽ കയറിയപ്പോൾ എനിക്ക് ആ സൈസ് കിട്ടാത്തതുകൊണ്ട് എൻ്റെ മനസ്സങ്ങ് മടിച്ചു, അങ്ങനെ അത് വാങ്ങിയില്ല. പിന്നെ ഞാൻ അടുത്ത ഷോപ്പിൽ കയറി. ഇതൊരു ഡ്രസ്സിൻ്റെ ഷോപ്പാണ് കേട്ടോ. ഇവിടുന്ന് ഞാനൊരു നൈറ്റ് ഗൗൺ എടുത്തു. നല്ല മെറ്റീരിയലായിരുന്നു, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ അല്ല, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റയോൺ മെറ്റീരിയലാണെന്ന് തോന്നുന്നു. നല്ല സോഫ്റ്റ് ആയിരുന്നു. അങ്ങനെ കുറേ പ്രിൻറ്റഡ് ആയിട്ടുള്ള ഫ്ലോറലിൻ്റെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മളുടെ അബായാസ് ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഷീൻ്റെ ഔട്ട്ലെറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഷീൻ്റെ പ്രോഡക്റ്റ്സ് വളരെ കുറച്ച് പ്രൈസിൽ ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ കാണുന്നതുണ്ട്, ഇതാണ് കേട്ടോ ഫുൾ പാത്രങ്ങളുടെ ഒരു കലവറയെന്ന് തന്നെ പറയും. പക്ഷേ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, അത്ര ആളായിരുന്നു അതിൻ്റെ അകത്ത്. അങ്ങനെ ഞാൻ കുറച്ച് ബൗൾസും കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിച്ചു. കിച്ചണിലേക്ക് ഓവൻ്റെ അകത്ത് വെക്കുന്ന ഐറ്റംസും അങ്ങനത്തെ കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിച്ചു. കാര്യമായിട്ടൊന്നും വാങ്ങിച്ചില്ല കേട്ടോ. പിന്നെ സൺഗ്ലാസ്സൊക്കെ 5 റിയാൽ തൊട്ട് സ്റ്റാർട്ടിങ് ഉണ്ടായിരുന്നു. പിന്നെ ഈ കാണുന്ന 2 ബൗൾസ് ഞാൻ എടുത്തായിരുന്നു.
ഇത് നല്ലതായിരുന്നു കേട്ടോ. അത്യാവശ്യം കുറച്ച് ഐറ്റംസേ കിട്ടിയുള്ളൂ. ഞാൻ ഉദ്ദേശിച്ച ഐറ്റംസ് ഒന്നും കിട്ടിയില്ല. എനിക്ക് വേണ്ട ഐറ്റംസ് ഒന്നും കിട്ടിയില്ല. വേണ്ടാത്ത കുറേ ഐറ്റംസും കിട്ടിയിട്ടുണ്ടായിരുന്നു. വേണ്ടാത്ത കുറേ ഐറ്റംസ് എന്ന് പറഞ്ഞാൽ ആവശ്യമുള്ളതൊക്കെ തന്നെ ആയിരുന്നു. എന്നാലും ആ ഒരു ഹൈപ്പിനൊത്ത സാധനങ്ങളില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഓപ്പോസിറ്റ് ഒരു ഷോപ്പ് കണ്ടു. അവിടെ നിന്ന് ഈ ഒരു ട്രേയും പിന്നെ ബ്രഷ് എടുക്കണമായിരുന്നു, ബാത്റൂം ബ്രഷസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുക്കണമായിരുന്നു. അങ്ങനെ ആ ഷോപ്പിൽ കയറി അതൊക്കെ എടുത്തു. ഇത് നല്ലൊരു ഷോപ്പാണ് കേട്ടോ. ഇത് ഫുൾ അടിപൊളി, എല്ലാം ഓർഗനൈസ്ഡ് ആയിട്ട് അടിപൊളിയായിട്ട് വെച്ചേക്കുന്ന ഒരു ഷോപ്പാണ് കേട്ടോ. ഇവിടുന്ന് ഞാൻ അധികം സാധനങ്ങളൊന്നും എടുത്തില്ല. കുറച്ച് എന്തൊക്കെയോ അവിടെ ഇവിടെ നിന്നുള്ള കുറേ ബോട്ടിൽസും കുറച്ച് ഓർഗനൈസേഴ്സും ഒക്കെ എടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഇവിടെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുള്ള ക്യൂട്ടായിട്ടുള്ള ഒരു എസ്തറ്റിക് ഫീലിംഗ് ഒക്കെ തോന്നുന്ന കുറേ കളറിൽ ഇങ്ങനെ ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ ബാത്റൂമിലൊക്കെ പോയി ഞാൻ പിന്നെ ഒന്ന് ഫ്രഷൊക്കെ ആയി. കുറേ നേരമായി ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഇപ്പം തന്നെ സമയം 9:30 കഴിഞ്ഞായിരുന്നു കേട്ടോ. 9 മണി കഴിഞ്ഞ് 9:30 എന്തോ ആയായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പോഴത്തേനും ആൾക്കാരെല്ലാവരും പോകാനുള്ള ഒരു ഇതായിരുന്നു. കാരണം ആൾക്കാരും ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് എല്ലാവരും ഇറങ്ങിക്കൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം വേണ്ട കുറച്ച് ഐറ്റംസ് ഒക്കെ കിട്ടിയുള്ളൂ. ഞാൻ പ്രതീക്ഷിച്ച പോലെ എനിക്ക് ഐറ്റംസ് ഒന്നും കിട്ടിയില്ല. കാരണം അത്രമാത്രം ആൾക്കാരുണ്ടായിരുന്നു. ഓഫറിനൊക്കെ കേട്ടപ്പം ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് അത്യാവശ്യം വേണ്ട കുറച്ച് ഐറ്റംസ് ഒക്കെ കിട്ടി. അവിടുന്ന് കുറച്ച് ഐറ്റംസ് ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് വേണ്ട കുറേ ഐറ്റംസ് ഒന്നും എനിക്ക് കിട്ടിയില്ല. അതിൻ്റെ ഒരു ചെറിയ സങ്കടമുണ്ട്. എന്നാലും കുഴപ്പമില്ല. എന്നാലും കുറച്ച് ഐറ്റംസ് ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഒന്നും ബാർഗെയിൻ ചെയ്തൊക്കെ വാങ്ങാൻ പറ്റുമായിരുന്നു. അങ്ങനെ കുറേ ഷോപ്പിൽ നിന്നൊക്കെ അങ്ങനെ ഞങ്ങൾക്ക് ബാർഗെയിൻ ചെയ്തപ്പോൾ കുറച്ചുകൂടെ ഡിസ്കൗണ്ട് സംഭവങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ചില ഷോപ്പിനും അങ്ങനെ സമ്മതിച്ചൊന്നും ഇല്ല. എനിക്ക് ഒരു ബാഗ് ഇഷ്ടപ്പെട്ടായിരുന്നു. പക്ഷെ ആ ബാഗ് വാങ്ങാന്ന് വെച്ചാൽ ഞങ്ങൾ കുറേ ബാർഗെയിൻ ചെയ്തു. പക്ഷെ അവർ സമ്മതിച്ചില്ല. കുറച്ച് പ്രൈസി ആയിട്ടാണ് അവർ പറഞ്ഞത്. പിന്നെ ഞങ്ങൾ വാങ്ങിയില്ല കേട്ടോ. പക്ഷെ കൊള്ളായിരുന്നു. ഇപ്പം തോന്നുന്നു അതൊക്കെ കൊടുത്ത് വാങ്ങിച്ചാൽ മതിയായിരുന്നു എന്ന് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. പക്ഷേ സാരമില്ല, ഇനി അങ്ങനത്തെ ഒരു ബാഗ് എവിടെയെങ്കിലുമൊക്കെ കാണുമല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ പിന്നെ വാങ്ങിച്ചില്ല. ഞാൻ അങ്ങനെ ഇരിക്കുന്നു. എന്നാലും കുറേ ഐറ്റംസ് ഒക്കെ എനിക്ക് എടുക്കാൻ പറ്റി. എന്നാലും നല്ല പ്രൈസിന് നമുക്ക് വാങ്ങാൻ പറ്റുമായിരുന്നു. നല്ല ഓഫർ ഉണ്ടായിരുന്നു. കുറേ ഐറ്റംസ് നല്ല അഫോർഡബിൾ റേറ്റിൽ നമുക്ക് വാങ്ങാൻ പറ്റുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനി തിരിച്ച് വീട്ടിൽ പോകണം. ഫുഡ് വാങ്ങിച്ചുകൊണ്ട് പോകാൻ വേണ്ടി ഇരിക്കുകയാണ്. അങ്ങനെ ഫുഡ് വാങ്ങാനായിട്ട് പോയിട്ടുണ്ട്. ഇപ്പം ഫുഡ് വാങ്ങിച്ച് തിരിച്ച് നേരെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. അതുവരെ ബൈ ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.